എന്നിട്ട് മല കണ്ട പൊടിമീൻ പോലുമില്ല. ഒന്നും കൂടെ ഇറക്കി നോക്കടാ. ആ എന്നാ ഇറക്കി നോക്ക്. നിങ്ങളൊക്കെ എവിടെയാണ്? മാതപ്പുരി ഒന്ന് കിടപ്പായ പോയി എന്താണ് തങ്കച്ച നേരത്തെ കാലത്ത് കര പിടിക്കാൻ നോക്കണം. അല്ലാണ്ട് പിന്നെ ഈ എരിപൊരി വെയിലത്ത് കിടന്ന് മലക്കം പറഞ്ഞിട്ട് എന്ത് കടന കിട്ടാനാണ്? അത് കണ്ട കടലിന്റെ അകത്തുള്ള പുല്ലും പായലും കൂടി നക്കി തിന്നാൻ നടക്കാണ് നാറികള്. ഇത് അഹമ്മതിയാണ് കേട്ടാ. ഇന്നലെയും ചങ്കിന് കുത്തിപ്പിടിച്ച് പറഞ്ഞാണ് ഇനി ചുറ്റുവട്ടത്ത് എന്താ ചുട്ടുകളയോന്ന്. അവന്മാർക്കൊക്കെ 10-22 മാർ ഉള്ളിലാട്ട് പോയി വലയിടാനല്ലേ നിയമമുള്ളൂ. ഇന്നലെ മേല് നോവിക്കാതെ വിട്ടത് മണ്ടത്രമായി കേട്ടാ. കുഞ്ചിക്കിട്ട് 4 കൊടുത്താ പിന്നെ റമ്പറപ്പിന് നിൽക്കൂല. വഞ്ചിയുടെ മാർക്കോസേ നീ പറഞ്ഞോണ്ടാ? ഞാനില്ല. അവന്മാരോട് കശപിശിക്കൊന്നും പോകണ്ട കേട്ടാ. എറിഞ്ഞാ പിന്നെ നുമ്മ കര കാണൂല. നെറികേട് കണ്ട ചോദ്യവും പറച്ചിലൊക്കെ ആണുങ്ങൾക്ക് ചേർന്ന് നിന്നെ പോലെ നെഞ്ചുറപ്പില്ലാത്ത 2 കെട്ടന്മാരെ അവന്മാർക്ക് വളം വെച്ചു കൊടുക്കണത്. പഞ്ചിവിടടാ. എന്നാ പിന്നെ ഞാനും വരണേണ്. വരില്ലടാ. എടാ മര്യാദക്ക് തിരിച്ചു പോണ്ട. അധികം വെള്ളത്തിലെടുത്താൽ നിന്നെ നിന്റെ ബോട്ടും ഞങ്ങൾ കടലിൽ കെട്ടിത്താക്കും. ഓ പിന്നെ പുളുക്കും. കടലിൽ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്. ലക്ഷങ്ങൾ മുടക്കി ബോട്ടിറക്കാനുണ്ടെങ്കിലേ അത് മുതലാക്കാനും ഞങ്ങൾക്ക് അറിയാൻ കേട്ടാ. അതിനൊക്കെ നേരവും കാലവും സർക്കാർ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ അപ്പ പിടിച്ചാ മതി. പോണാവില്ലേ? അപ്പൊ നീ മാറ്റോണ്ടേ പോകും അല്ലടാ. പൊട്ടിയിടാവന്. വഞ്ചിക്കാരുടെ കൈയുടെ കരുത്തിപ്പോ മനസ്സിലായടാ വന്നി. ചെന്ന് പറഞ്ഞേക്കിന്റെ മോലാളിയോട്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നേ? പോക്കിരുത്തരല്ലേ അവന്മാർ കാണിച്ചത്. ഇനി മിണുങ്ങസ്യാന്ന് പറഞ്ഞിരുന്നാലുണ്ടല്ലോ അത് അവന്മാർക്ക് വളമാവും. ഈ വള്ളക്കാരുടെ അഹമ്മതി ഇപ്പൊ തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ വാശി പിടിച്ച് വഞ്ചിക്കാരുമായി ഏറ്റുമുട്ടിയാലുണ്ടല്ലോ നമുക്കും ഉണ്ടാവും നഷ്ടം. എന്താ ഈ പറയുന്നത്? ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കരയിൽ വെച്ച് മീൻ പിടിക്കാനല്ല. പുറംകടലിലാണെങ്കിൽ ട്രോളിംഗുകാര്, തീരത്താണെങ്കിൽ വള്ളക്കാര്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഫിഷറീസ് ഓഫീസർ ഒന്ന് കണ്ടാലോ? എന്തിനാ? അയാളുടെ കസേരയുടെ വലിപ്പം കാണാനോ? ഇവന്മാരൊക്കെ വള്ളക്കാരുടെ ഭാഗത്തെ നിൽക്കൂ. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങണം. 10-30 ബോട്ടുള്ള മുതലാളിക്ക് 1-2 പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെങ്കിലേ ഒരു ബോട്ട് മാത്രമുള്ള എന്റെ സ്ഥിതി ആലോചിക്കുമ്പോഴാ. കൊച്ചൗസേപ്പേ, 2 കൊല്ലം മുമ്പ് വരെ നീയും വള്ളക്കാരനായിരുന്നല്ലോ. അപ്പൊ നീ ഇതേ പറയുള്ളൂ എനിക്കറിയാം. നമുക്ക് സർക്കിളിനെ ഒന്ന് കണ്ടു കളയാം. സർക്കിളിനെ സ്ക്വയറിനെയും കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ തെക്കോട്ടൊന്ന് വിളിച്ച് പറഞ്ഞാ മതി. വകുപ്പ് മന്ത്രി വരെ വേണേ ഇവിടെ എത്തും. അതൊന്നും വേണ്ട. അല്ലാതെ തന്നെ ഉമ്മാരെ ഒതുക്കാൻ എനിക്ക് നല്ലതുപോലെ അറിയാം. 55, 60, 60, 65 വിളക്കണയാളാ. മാർക്കോസ് അവിടെ നിന്ന്. എനിക്കറിയാൻ പാടില്ല. നിനക്കറിയില്ലല്ലേ? പറയടാ, മാർക്കോസ് അവിടെ? എനിക്കറിയില്ല. പാട്ടി കാഴുവറ മോനെ. ഓനും കൂട്ടരും എവിടെ പോയിന്ന് പുറകടല്ല.
മാർക്കോസേട്ടാ എന്താടാ നമ്മുടെ തങ്കച്ചന്റെ വെള്ളം അനന്തം മൂലയുടെ ആൾക്കാർ തകർത്ത് 3-4 ആളുകൾ ചത്ത്.